ഞാൻ നല്ല ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല, പക്ഷെ ഞാൻ നല്ല ഫ്രണ്ടാണെന്ന് ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ട് തന്നെ പറയും. ഇൻഫാക്ട് ഉയരെ ചെയ്യുമ്പോൾ പോലും ഞാൻ ആദ്യമായിട്ട് പാർവതിയുടെ മേക്കപ്പ് ഒക്കെ ചെയ്ത ആ മുഖം ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര വിഷമമായിരുന്നു. അത് ഇപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആവും ആ ഒരു മുഖങ്ങൾ. ഞാൻ അത്രയും എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഭയങ്കര എമ്പത്തറ്റിക്കുക. ബോൾഡ് വുമൺ ആയിട്ടൊക്കെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാവുന്ന ഒരു മുഖവും ശരീരഭാഷയൊക്കെ ഉണ്ടിരിക്കും. എനിക്ക് കിട്ടിയിരിക്കുന്ന റോൾസിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ എൻ്റെ കണ്ണടി കാണുമ്പോൾ തന്നെ അത്ര ഒരു നെക്സ്റ്റ് ഡോർ ലുക്ക് എനിക്കില്ല. B30 to 44 എന്ന് പറയുന്നതിൽ അനാർക്കലി ചെയ്തിട്ടുണ്ട്. അമ്മമാരെ പറ്റി ഇങ്ങനെ ആൾക്കാർ കവിതയൊക്കെ എഴുതുന്നതാണ്. ഓ ഗോഡ്. ഈ ഒരു സോ കോൾ സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ട് കുറെ ചാൻസസ് മിസ്സാവുന്ന കുറെ ആൾക്കാരെ എനിക്കറിയാം. ഞാൻ എപ്പോഴും ആലോചിക്കും, തമിഴ് ഇൻഡസ്ട്രിയിലൊക്കെ ആരുമില്ല, തമിഴ്നാട്ടുകാരും ഇല്ല. അവിടെ എല്ലാം മലയാളികളും വേറെ ഭാഷ എന്നുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ ഐ ഓൾവേസ് തോട്ട് അവിടുത്തെ സ്ത്രീകൾക്ക് എന്തുമാത്രം ഫ്രസ്ട്രേഷൻ ആയിരിക്കും. നമുക്ക് വെറുതെ കുറെ പേര് കുറച്ച് ഗുണങ്ങൾ ഇങ്ങനെ കൊണ്ട് തരത്തില്ല. ഇതിന് കുറെ കൊളാട്രൽ ഡാമേജ് ഉണ്ട് ഇതിന്റെ കൂടെ വരുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് പുതിയതാ. ഇതൊക്കെ പാപ്പരസി കൾച്ചർ ഹാസ് ബീൻ ദേർ ഫോർ ഇയേഴ്സ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇല്ലായിരുന്നേ ഉള്ളൂ. നമസ്കാരം. യു ആർ മൈ ഫ്രീ തെറാപ്പിസ്റ്റ് എന്ന് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളുടെ ഒരു സുഹൃത്തിനോട് പറയാത്തായിട്ട് നമ്മൾ ആരും ഉണ്ടാവില്ലല്ലേ. അത്തരത്തിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുകളും ഒരു കൂട്ടുകാരി മുഖമൊക്കെ സ്ക്രീനിൽ കൊണ്ടുവന്ന പ്രിയപ്പെട്ട കലാകാരി അനാർക്കലിയാണ്. മാഡിസൺ ഡിജിറ്റൽ സംഘടിപ്പിക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഈ സെഷനിൽ അതിഥിയായി വന്നിരിക്കുന്നത്. സ്വാഗതം. നല്ലൊരു ഇൻട്രോഡക്ഷൻ. ഇപ്പോൾ ആനന്ദം മുതലിങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞു വന്ന സിനിമ, ഉയരയിലെ ഒരു ക്യാരക്ടറാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ഒരു നല്ല കൂട്ടുകാരി എന്നുള്ള രീതിയിൽ വരാനായിട്ട് ഭാഗ്യം കിട്ടിയൊരു നടിയാണ് അനാർക്കലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്കെയിലിൽ ആ ഒരു മീറ്റിൽ അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോൾ എന്താ ശരിക്കും ഫീൽ ചെയ്യുന്നത്? ഭയങ്കര സന്തോഷം. ഞാനൊരു നല്ല ഫ്രണ്ടാണെന്ന് എല്ലാവരും പറഞ്ഞില്ലേ, ഇൻ റിയൽ ലൈഫ് ഓൾസോ ഞാൻ ഭയങ്കര നല്ലൊരു ഫ്രണ്ടാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നല്ല ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല, പക്ഷെ ഞാൻ നല്ല ഫ്രണ്ടാണെന്ന് ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ട് തന്നെ പറയും. ബിക്കോസ് ഞാൻ ചിലപ്പോൾ എൻ്റെ പാർട്ട്ണറിന് കൊടുക്കാത്ത ഇമ്പോർട്ടൻസ് ഒക്കെ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കും. ലൈക്ക് ഐ വിൽ ഡു എവറിത്തിങ് ഫോർ ദം. അങ്ങനെ ഇപ്പോൾ ഈ ഇൻഫാക്ട് ഉയരെ ചെയ്യുമ്പോൾ പോലും ഞാൻ ആദ്യമായിട്ട് പാർവതിയുടെ ആ സംഭവം മേക്കപ്പ് ഒക്കെ ചെയ്ത ആ മുഖം ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര വിഷമമായിരുന്നു. അത് ഇപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആവും ആ ഒരു മുഖങ്ങൾ. ഞാൻ അത്രയും എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഭയങ്കര എമ്പത്തറ്റിക്കുക. അങ്ങനെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഫ്രണ്ട്സും അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു സ്ത്രീ സുഹൃത്ത് എന്നൊക്കെ പറയുന്ന രീതിയിൽ ആരെങ്കിലും ഉണ്ട് ലൈഫിൽ? ഓഫ് കോഴ്സ് ഉണ്ടാവും. എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച ആൻ എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ട്. ആള് സിനിമയിൽ മുമ്പേ വന്ന കൂട്ടുകാരിയാണ്. അപ്പോൾ പിന്നീട് വന്ന കൂട്ടുകാരെല്ലാം നല്ല ആൾക്കാർ തന്നെയായിരുന്നു. പക്ഷെ എന്താ പറയാ, പിന്നെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ. ഇവര് നമ്മളെ ആത്മാർത്ഥമായിട്ടാണോ ഇഷ്ടപ്പെടുന്നത്? അതിനുശേഷം വളരെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. പക്ഷെ ലൈക്ക് പുള്ളിക്കാരിയാണ് എൻ്റെ എപ്പോഴും ഉള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് നമ്മുടെ മറ്റ് ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ പറയും, നിങ്ങൾ എന്തൊരു ഓവറാന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടുണ്ട്. സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം ഒരു ഓടലുണ്ടോ? ഒരു റീല് കാണുന്ന പോലെ ഒരു കൂട്ടുകാരിയുടെ റെപ്രസെൻറ്റേഷൻ വരുന്ന സമയത്തൊക്കെ ഫീൽ ചെയ്യാറുണ്ടോ? ആ സെയിം സ്പേസ് അവിടെ കൊണ്ടുവരാൻ പറ്റും? പിന്നെ അത് എന്നാ കാര്യം, ഈ ഉയരൻ്റെ കഥ പറഞ്ഞപ്പോൾ ഉയരെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് എൻ്റെ കൂടെ സെറ്റിൽ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, വേറൊരു ഫ്രണ്ടും ഉണ്ട്. അവളും എൻ്റെ ഭയങ്കര അടുത്ത സുഹൃത്താണ്. അപ്പം ഞാനിങ്ങനെ ഇത് കണ്ടിട്ട് ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് തരുന്നത്. ഞാനിങ്ങനെ വെറുതെ ആലോചിക്കും, എൻ്റെ ഫ്രണ്ട്സിനാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അത്രയും നമ്മൾ സങ്കടപ്പെട്ടു പോകുമല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ ഉയരെ എസ്പെഷ്യലി ചെയ്യുമ്പോൾ ആനന്ദം എന്ന് പറയുമ്പോൾ അങ്ങനെ ആനന്ദം എന്താ പറയുക, ഫുൾ ഒരു എൻജോയ്മെൻറ്റ് മൂഡിലാണ് ഞാൻ കണ്ടത്. ഉയരെയാണ് എനിക്ക് ഫ്രം ദ ഹാർട്ട് എൻ്റെ ഫ്രണ്ടിന് ഇത് സംഭവിച്ചാൽ ഞാൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ പാർവതി കെട്ടിപ്പിടിച്ച
കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ ഇപ്പൊ വന്നിരിക്കുന്നത് ആക്ച്വലി ശരിക്കും കരഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ആദ്യത്തെ ടേക്കിൽ ശരിക്കും കരഞ്ഞു പോയായിരുന്നു. അപ്പം അത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ഗേൾ ഫ്രണ്ട്സിനോട് എനിക്ക് അത്രയും ആത്മാർത്ഥതയുണ്ട്. ഇപ്പോൾ സിനിമയിൽ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രയോറിറ്റിയും ഇമ്പോർട്ടൻസും ഉണ്ട്. അതായത് ഒരു സിനിമ അല്ലെങ്കിൽ നമ്മളൊരു കഥ പ്ലേസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത പേഴ്സണായിട്ട് ആ ഒരു വ്യക്തിയുടെ എല്ലാ വൾണറബിലിറ്റിയും നന്നായിട്ട് അറിയാവുന്ന, അതെല്ലാം അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിലാണ് ഒരു ഫ്രണ്ട് എന്നുള്ള ക്യാരക്ടർ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അടുപ്പിച്ച് ഒത്തിരി ഒരു കൂട്ടുകാരി ക്യാരക്ടർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ കൂട്ടുകാരി റോളുകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതെന്തായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആനന്ദത്തിന് ഉയരയിൽ മാത്രമേ കൂട്ടുകാരി റോൾ, വേറെ ഏതാ അല്ല ഒരു കോമ്പിനേഷനൊക്കെ വരുന്ന സമയത്തൊക്കെ ഇല്ല. എനിക്ക് ഉയരയിൽ മാത്രമേ അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റ്, അങ്ങനെ ടൈപ്പ് കാസ്റ്റ് പറയത്തില്ല. പക്ഷെ ഒരു ആനന്ദം അങ്ങനെ ഒരു കൂട്ടുകാരി റോൾ ക്യാരക്ടർ ദർശന എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ നല്ലൊരു ഫ്രണ്ടാണ്, എല്ലാവരും ഒബ്സർവ് ചെയ്യുന്ന നല്ല ഫ്രണ്ടാണ്. പക്ഷെ സ്റ്റോറിയിൽ അതങ്ങനെ നമ്മൾ അഭിനയിച്ച് വലിപ്പിക്കേണ്ട രീതിയിൽ അത്ര പ്രൊജക്റ്റഡ് അല്ലല്ലോ. അങ്ങനെ തോന്നിയില്ല. പക്ഷേ യുയരേലിയാ പക്ഷെ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് പിന്നത്തെ സിനിമകളിലൊന്നും അങ്ങനെ ഫ്രണ്ടായിട്ട് അഭിനയിക്കേണ്ടതൊന്നുമില്ല. അപ്പോൾ ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് കിട്ടിയിരിക്കുന്ന റോൾസിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഭയങ്കര അതായത് വേണമെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ബോൾഡ് വുമൺ ആയിട്ടൊക്കെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാവുന്ന ഒരു മുഖവും ശരീരഭാഷയൊക്കെ ഉണ്ടിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും കുറച്ച് വ്യത്യസ്തമായ റോളുകൾ കിട്ടാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ വളരെ അധികം അഭിമാനിക്കുന്നു. പിന്നെ എനിക്കൊന്ന് മന്ദാരത്തിൽ അങ്ങനെ ഒരു കൂട്ടുകാരി, പക്ഷെ അത് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അത് കുറച്ച് ടോക്സിക് കൂട്ടുകാരിയായിരുന്നു. അത് മറ്റേ ഞാൻ സമ്മതിക്കില്ല. ഫ്രണ്ട്ഷിപ്പിന്റെ പല വേരിയേഷൻ അഭിനയിക്കാൻ പറ്റും. ശരിയാ, ഞാനിപ്പോ തിങ്കപ്പെടില്ല. അപ്പം അനാർക്കലിയുടെ മൂവീസ് എടുത്ത് നോക്കുന്ന സമയത്ത് തുടക്കം മുതൽ ഈ ഒരു ടൈം വരെയുള്ള സിനിമകൾ നോക്കുന്ന സമയത്ത് ഇപ്പോഴാണ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതിലേക്ക് പോകുന്ന രീതിയിൽ. അതുവരെ ഒരു ടൈം പീരീഡിൽ വളരെ ബോൾഡായിട്ടുള്ള, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോൾഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് അനാർക്കലിയിലേക്ക് തേടി വരുന്ന പോലെ അതെപ്പോഴും നമുക്ക് സിനിമയിൽ ഉണ്ടാവും. അതായത് ഒരു കൂട്ടുകാരൻ്റെ റോള്, അല്ലെങ്കിൽ ഒരു അയൽപക്കക്കാരൻ്റെ റോള്, വീട്ടിലെ ഒരു മുതിർന്ന അങ്കിളിൻ്റെ റോൾ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള പല മുഖങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവർക്കും ഫെമിലിയർ ആവുന്ന, അടുത്ത വീട്ടിലെ കുട്ടി എന്നൊക്കെ പറയുന്ന രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പെട്ടെന്ന് അനാർക്കലിക്ക് വരാൻ സാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന, എനിക്കൊന്ന് അത് ഗഗനചാരി എന്നായിരിക്കണം അത് കുറച്ചുകൂടെ റിഫ്ലക്റ്റ് ചെയ്തത്. കാര്യം ഗഗനചാരിയിൽ എൻ്റെ മുടി അങ്ങനെ ചെയ്യാനും മുടി വെട്ടാനും മുടി ഇങ്ങനെ കളറടിക്കാനൊക്കെ ഉള്ള ഒരു ധൈര്യം ഞാൻ അന്ന് കാണിച്ചു. കാര്യം അന്ന് കുറച്ചുകൂടെ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു പ്രായമായിരുന്നു. ഓക്കെ, അത് ചെയ്യാം അങ്ങനെ ഒരു പ്രായമാണ്. അപ്പം ആ സമയത്ത് ഓക്കെ, ഇത് നമ്മളെ മറ്റ് സിനിമകൾ വരാതിരിക്കാൻ ഒരു കാരണമാവുമോ എന്നൊന്നും ഞാൻ അന്ന് ചിന്തിക്കുന്നില്ല. അന്നൊരു സിനിമ ഇത് ആവശ്യപ്പെടുന്നു, അതങ്ങ് ചെയ്യുക. അപ്പം അത് അന്നത്തെ ഇമ്പൾസിവിറ്റിയിലാണെങ്കിലും അത് എന്നെ കുറെ എന്താ പറയുക, ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള റോൾസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് ഒരു ടാഗ് ലൈൻ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതല്ലാതെ ഗേൾ നെക്സ്റ്റ് ഡോർ അങ്ങനെ എനിക്ക് ഞാൻ എന്റെ കണ്ണടി കാണുമ്പോൾ തന്നെ അത്ര ഒരു നെക്സ്റ്റ് ഡോർ ലുക്ക് എനിക്കില്ല എന്ന് തോന്നുന്നു. പക്ഷെ മന്ദാകിനിയിൽ കുറച്ചുകൂടെ അങ്ങനെ ഞാൻ എന്നെ തന്നെ വിശകലനം ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ആസ്പെക്ട് എനിക്ക് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. കാര്യം മന്ദാകിനിയിലെ റോൾ ഒട്ടും ബോൾഡ് ഒന്നും അല്ലല്ലോ. ഭയങ്കര സാധാരണക്കാരിയായ, വീട്ടുകാർ പറയുന്നതൊക്കെ വീട്ടുകാർ പറയുന്ന ആളെ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്ന ഒരു പെൺകുട്ടിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു റോളാണല്ലോ മന്ദാകിനിയിൽ കിട്ടിയത്. അപ്പോൾ അത് എനിക്കൊരു ആക്ച്വലി ഒരു വലിയ അതിശയമായിരുന്നു. ഓക്കെ, ഒരു ഡയറക്ടർ എന്നിൽ അങ്ങനെ ഒരു വേഷം കണ്ടല്ലോ എന്ന് പറയുന്നത്.
ഇപ്പോൾ മലയാള സിനിമ ഒത്തിരി മാറി. നമ്മൾ മുൻപ് മലയാള സിനിമ എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളും എലമെൻറ്റ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സിനിമ നമ്മളുടെ ഒരു മേഖലയിലേക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് കഥ പറയുന്ന രീതിയിലാണെങ്കിലും നായികയെ അവതരിപ്പിക്കുന്ന രീതിയിലും ഒക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു പരിധിവരെ ഇപ്പോഴും നമുക്ക് ചില നായികാ സങ്കല്പങ്ങൾ പൊളിച്ചെഴുതാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ബൈനറി അവിടെ നിലനിൽക്കുന്ന പോലെ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഒരു മലയാളി സമൂഹം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സോ കോൾഡ് സൗന്ദര്യം ഇല്ലാത്തൊരു കുട്ടി നായികയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അവരത്രയും പെർഫോം ചെയ്ത് ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളത് പ്രൂവ് ചെയ്താൽ മാത്രമാണ് നായിക കഥാപാത്രത്തിലേക്ക് പരിഗണിക്കുന്നത് എന്ന് ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് അനാർക്കലി നോക്കിക്കാണുന്നത്? എനിക്ക് ഇപ്പം അഭിനയമോഹമുള്ള ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇപ്പം എന്നാലും അവർക്ക് ഈ ഒരു സോ കോൾ സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ട് കുറേ ചാൻസസ് മിസ്സാവുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം. അതുപോലെ അവർ ഇപ്പം ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള നടിമാർ തന്നെ നമുക്കുണ്ട്. പക്ഷെ അവരൊന്നും മോശമായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരല്ല. അവർ ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, അതുകൊണ്ട് മാത്രമാണ് അവർ സർവൈവും ചെയ്യുന്നത്. പക്ഷേ കുറച്ച് വൈറ്റ് സ്കിൻഡ് ആയിട്ടുള്ള നായകന്മാർ ചെറിയ അഭിനയമൊക്കെ കാഴ്ചവെച്ച് മുമ്പിലോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇപ്പം എൻ്റെ കേസിലാണെങ്കിലും ഞാൻ അങ്ങനെ എന്നെ തന്നെ നടത്തിക്കണം. പക്ഷെ ഭയങ്കര പെർഫോമറായിട്ട് ഈവൻ ഐ ഹാവ് ദറ്റ് അഡ്വാൻറ്റേജ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഐ എം ഫെയർ സ്കിൻഡ്. അതുകൊണ്ട് ഞാനിങ്ങനെ തട്ടിമുട്ടി പോകുന്നു എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അതെന്താ അങ്ങനെ ഒരു റിയാലിറ്റിയിലായിപ്പോയത്. എനിക്ക് തോന്നുന്നു മലയാളത്തിലൊക്കെ പിന്നെയും കുറവാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, തമിഴ് ഇൻഡസ്ട്രിയിലൊക്കെ ആരുമില്ല, തമിഴ്നാട്ടുകാരും ഇല്ല. അവിടെ എല്ലാം മലയാളികളും വേറെ ഭാഷ എന്നുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ ഐ ഓൾവേസ് തോട്ട് അവിടുത്തെ സ്ത്രീകൾക്ക് എന്തുമാത്രം ഫ്രസ്ട്രേഷൻ ആയിരിക്കും അവരനുഭവിക്കുന്നത് എന്നുള്ളത്. കാര്യം അവർക്ക് അവരെ പോലെ ഒരു പെൺകുട്ടിയെ കാണാൻ കിട്ടുന്നില്ല സ്ക്രീനിൽ. കാര്യം അവിടെ ഉള്ളവരൊക്കെ ഡാർക്ക് സ്കിൻഡാണ്. തമിഴ്നാട്ടുകാർ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരെല്ലാവരും ഇങ്ങനെ, ഞാൻ എപ്പോഴും ആലോചിക്കും അവരുടെ സിനിമകൾ കാണുമ്പോൾ എങ്ങനെയാണ് അതിന്, അല്ലെങ്കിൽ അവർ മലയാളത്തിൽ നിന്നൊരു ആക്ട്രസിനെ എടുത്തിട്ട് ഡാർക്ക് സ്കിൻഡ് ആക്കും. സോ ഐ ഡോണ്ട് നോ വാട്ട്സ് ദ പോയിന്റ്. പക്ഷെ അങ്ങനെ നോക്കുമ്പം നമ്മുടെ ഇൻഡസ്ട്രി കുറച്ചുകൂടെ ബെറ്ററാന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസം ആളാണ്. ഐ ഗെസ് ഇറ്റ്സ് ഗോയിങ് ടു ചേഞ്ച്. ബിക്കോസ് കുറേ എന്താ പറയുക, ഇപ്പം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സിനിമ മാത്രമല്ലല്ലോ. പണ്ട് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സിനിമയാണ്, മെയിൻലി സിനിമ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇതുപോലെ റീൽസ് ഉണ്ട്, യൂട്യൂബ്, നമുക്ക് സ്വന്തമായിട്ട് മ്യൂസിക് വീഡിയോ ചെയ്യാം, അതിൽ അഭിനയിക്കാം, അതിലൂടെ ഫേമസ് ആവാം. അപ്പം ആ ഒരു ഇൻഫാക്ട് സോഷ്യൽ മീഡിയ ആണ് കുറച്ചുകൂടെ ആൾക്കാരിൽ എത്തുന്നതെന്ന് തോന്നുന്നു ഇപ്പം സിനിമയേക്കാൾ. അല്ലെ, കാര്യം ഫോണുകൾ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പം അതിലൂടെ ആൾക്കാർ പെട്ടെന്ന് ഫേമസ് ആവുന്നുണ്ട്. ഇപ്പോൾ സിനിമയിലൊന്നും വരേണ്ട കാര്യമില്ല, ഫേമസ് ആവാൻ എന്നുള്ളൊരു പോയിന്റിൽ നമ്മൾ നിൽക്കുമ്പോൾ ഐ തിങ്ക് ഈ ഒരു പെർസ്പെക്റ്റീവ് മാറും. കാര്യം ഭയങ്കര സുന്ദരികളായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഞാൻ റീലിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവർക്കും ഒരു ധൈര്യമാണ് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഹാസ് ബിക്കം ഈസിയർ ടു സർവൈവ് ഇൻ ദി entertainment industry because in fact it has not just become cinema. എനിക്ക് വ്യക്തിപരമായിട്ട് ദ ഗേൾ നെക്സ്റ്റ് ഡോർ എന്ന് ഫീൽ ചെയ്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ B30 to 44 എന്ന് പറയുന്നതിൽ അനാർക്കലി സോറി, ഞാൻ പറഞ്ഞില്ല, ഞാൻ സോൾഡ് ഔട്ട് ആയി. എന്നെ ഓർമ്മിച്ചാൽ മതി, അങ്ങനെ പടം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ഞാൻ നല്ലൊരു ഫ്രണ്ടാണ്. റിയലി അത് ഫ്രണ്ട് എന്നുള്ളത് മാത്രമല്ല, എൻ്റെ സുഹൃത്തൊക്കെ ഇങ്ങനെ ഞാൻ വളരെ തലവേദന പിടിച്ച കാര്യം എന്നൊക്കെ ചിന്തിക്കുന്നതെല്ലാം അവൾ എന്നോട് വളരെ കൂളായിട്ട് അതിങ്ങോട്ട് ഒഴിവാക്കിയ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അങ്ങനെ പറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിലേ
ഒരു കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് അത്. നമ്മൾ വേറൊരു അതേ സപ്പോർട്ട് അർഹിക്കുന്ന ജെൻഡറിലെ ഒരു ഐഡൻറ്റിറ്റീനെ അവിടെ നമ്മൾ കൊണ്ടുവരുന്നു, നമ്മൾ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നു. അതിൻ്റെ ആ കഥയുടെ അവസാനിപ്പിക്കുന്ന സമയമാകുമ്പോഴേക്കും ജെൻഡർ റിവീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ബോണ്ട് കാണിക്കുന്നതും. അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നോ ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും റെസ്പോൺസ് എന്നുള്ള രീതിയിൽ? ടെൻഷൻ, അത് ടെൻഷൻ എന്ന് പറയുന്നത് ക്യാരക്ടർ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ ടെൻഷൻ. ഇപ്പം നമ്മളിപ്പോൾ ഈ ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞ പോലെ അതിലൊരു പ്രശ്നമുണ്ടല്ലോ. ലൈക്ക് വൈറ്റ് സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കളറിച്ച് ഡാർക്ക് സ്കിൻഡ് ആക്കി അഭിനയിപ്പിക്കുന്നതിലൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പം അത്തരം ഒരു പ്രശ്നം തന്നെ ട്രാൻസ്ജെൻഡർ അല്ലാത്തൊരു ഞാൻ ട്രാൻസ്ജെൻഡറായി അഭിനയിക്കുന്നതിനുണ്ട് എന്ന് ഞാൻ അന്ന് വിചാരിച്ചിരുന്നു. അപ്പം ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് അപ്പം ഞാനന്ന് ശ്രുതി ശരണത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് വൈ വുഡൻറ്റ് യു കാസ്റ്റ് റിയൽ ട്രാൻസ്ജെൻഡർ എന്നുള്ളത്. അപ്പോൾ ലെസ്ബിയൻ ട്രാൻസ്ജെൻഡർ നോ ദ ക്യാരക്ടർ ഇസ് നോട്ട് ലെസ്ബിയൻ. പുള്ളിക്കാരി ഒരു ട്രാൻസ്ജെൻഡർ തന്നെയാണ്. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ കാസ്റ്റ് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഷീ ഹാഡ് ഹർ റീസൺസ്. ബിക്കോസ് ഓഫ് കോഴ്സ് ഇങ്ങനെ അഭിനയിക്കാൻ പുള്ളിക്കാരിയുടെ ഒരു സൗന്ദര്യസങ്കല്പവും പുള്ളിക്കാരിയുടെ മൈൻഡിലുള്ള ഒരു രൂപവും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതൊരു KSFDC ചിത്രമായിരുന്നു. പിന്നെ ഉറപ്പായിട്ടൊരു സ്ത്രീകളുടെ ചിത്രമാണ്. അപ്പം ഇത് ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ള ഒരു ഡയറക്ടറിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ. അപ്പം ഷീ വാണ്ടഡ് ഫെമിലിയർ ഫേസസ്. അപ്പം അതുകൊണ്ടാണ്, അപ്പം അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ലാതെ ഇത് അഭിനയിക്കുമ്പോൾ എന്താ പറയുക, അത്തരം ഭയങ്കര ടെൻഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ വന്നു, ഇത് ലെസ്ബിയൻസ് ആണോ അതോ അങ്ങനെ കൺഫ്യൂഷൻ വന്നില്ല. അപ്പം ഇത് തന്നെയായിരുന്നു എൻ്റെ പേടി. അപ്പം ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ബിക്കോസ് എന്താ, അതായത് ആണുങ്ങൾക്ക് സ്ത്രീ വേഷം കെട്ടാൻ കുറച്ചുകൂടെ ഇറ്റ്സ് ദെയർ, ഇറ്റ്സ് ഈസിയർ. പെണ്ണാനായിട്ട് അഭിനയിക്കുമ്പോൾ കുറച്ച് സംശയം വരും. കാര്യം ഓൾറെഡി ഭയങ്കര ടോം ബോയ്സ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ ഇഷ്ടം പോലും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ, അപ്പോൾ അതെന്ത് ചെയ്യും എന്നാലോചിച്ച്, പക്ഷേ നമ്മളത് അങ്ങനെ ഭയങ്കരമായിട്ട് അതിനെ ഫോക്കസ് ചെയ്തില്ല. പക്ഷേ എൻ്റെ മാനറിസത്തിലൊക്കെ ഞാൻ കുറേയൊക്കെ ഇതുപോലൊരു ആണ് ചെയ്യുന്നത് പോലെ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത സ്ഥിതിക്ക് അതൊക്കെ ഒരു പരാജയമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഒരു ഒബ്സർവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, എന്താണ് ഞാൻ സ്ക്രീനിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് ഒരു റിസർച്ച് ഒക്കെ ഉണ്ടായിരുന്നോ? റിസർച്ചായിട്ടൊന്നും ചെയ്തില്ല ഞാൻ. ലൈക്ക് അതായത് നമുക്കൊരു ചെറിയൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, ആക്ടിങ് വർക്ക്ഷോപ്പ് ഈ സിനിമയുടെ ഭാഗമായിട്ട്. അപ്പം എന്ത് ചെയ്യണം, ഇതുപോലെ അതേ പറഞ്ഞൊരു ബോഡി ലാംഗ്വേജ്, സംസാരിക്കുന്ന രീതി ഒക്കെ. അപ്പം ഇൻഫാക്ട് അതിനെ ഡബ് ചെയ്തത് ഞാനല്ല, ഡബ് ചെയ്തത് എൻ്റെ ഈ ഒരു കിളിനാഥം പോയി. അപ്പോൾ ഇതുവരെ വേറൊരാളെ ഡബ് ചെയ്ത്. അപ്പം ഞാൻ തന്നെ പറഞ്ഞത്, ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവും. സോ ഇറ്റ് ഈസ് ഡബ് ബൈ വേറൊരു സ്ത്രീ തന്നെ ഡബ് ചെയ്തത്, പക്ഷേ ചെറിയൊരു മെയിൽ വോയിസ് ഉള്ളൊരു ശബ്ദമുള്ള ഒരു സ്ത്രീ തന്നെ ഡബ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു വളരെ മിനിമലായിട്ടുള്ളൊരു റിസർച്ച് നടന്നുള്ളൂ. പിന്നെ ആ സിനിമ ഇപ്പം എന്താ പറയുക, എൻ്റെ ക്യാരക്ടറിനെ കുറേ ചർച്ച ചെയ്തില്ല എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം മറ്റ് ക്യാരക്ടേഴ്സിനെ കുറച്ചുകൂടെ ഡിസ്കഷൻ, അതായത് അവരുടെയൊക്കെ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ഉണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷെ എൻ്റെ ക്യാരക്ടർ ജസ്റ്റ് ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നി. അപ്പം അത് ഞാനിപ്പോഴും ശ്രുതിയോട് പറയുന്നു, കുറച്ചുകൂടെ എൻ്റെ ക്യാരക്ടറിന് കുറച്ചുകൂടി കഥ കൊടുക്കായിരുന്നു, ബാക്ക് സ്റ്റോറി പോലെ കുറച്ചുകൂടെ കൊടുക്കായിരുന്നു. അപ്പം എനിക്ക് കുറച്ചുകൂടെ അഭിനയിച്ച് തകർക്കായിരുന്നൊക്കെ ഞാൻ പറയാറ്. അപ്പോൾ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടു പാപ്പരാസി കൾച്ചറിനെ കുറിച്ചിട്ട്. അത് ഒരു പരിധിവരെ നമ്മളുടെ പേഴ്സണൽ സ്പേസിനെയും ഫ്രീഡത്തിനെയും ഒക്കെ വല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കൾച്ചർ തന്നെയാണ്. അപ്പോൾ എന്നാൽ സിനിമയുടെ വിജയമോ അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതൊരു അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ബിക്കോസ് വി ആർ ലിവിങ് ഇൻ സോഷ്യൽ മീഡിയ എറ. അപ്പോൾ അതിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിന് ശേഷം ഒത്തിരി ആൻസറബിൾ ആവേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? അതിൻ്റെ അടിയിലായാലും കുറേ പേര് ഇങ്ങനെ ഷീ ഡസൻ ഹാവ് എനി ഐഡിയ വാട്ട് ഷീസ് ടോക്കിംഗ് അബൌട്ട്, ഷീസ് ടോക്കിംഗ് റബ്ബിഷ്, ലൈക്ക് ഷീസ് ടോക്കിംഗ് നോൺസെൻസ്, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ.
സി എവ്രി വൺ ഹാസ് എൻ ഒപ്പീനിയൻ. കാര്യം നോക്കി വീട്ടിലേക്കാനും ഇരിക്കും, രാത്രി നോക്കേടാ. ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. ഇത് ഇത് പ്രോബ്ലി കുറേ പേർക്ക് ഈ ഒപ്പീനിയൻ ഉണ്ടായിരിക്കും. എന്താ പറയാ, ഞാൻ പറഞ്ഞത് സി നമ്മുടെ നാട്ടിലിത് പുതിയതാ. ഇതൊക്കെ പാപ്പറസി കൾച്ചർ ഹാസ് ബീൻ ദേർ ഫോർ ഇയേഴ്സ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇല്ലായിരുന്നേ ഉള്ളൂ. നമ്മളിപ്പോഴാണ് ഒന്ന് വളർന്നു വന്നത് ടു സ്റ്റാർട്ട് എ പാപ്പറസി കൾച്ചർ. അപ്പൊ ഇത് പണ്ട് പോലെ ഉണ്ട്. ഇത് സെലിബ്രിറ്റീസ്, ഹോളിവുഡിലൊക്കെ സെലിബ്രിറ്റീസ് ഇത് ഡെയിലി ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സി ഓക്കെ, നമ്മൾ ലോകം വളർന്നുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ ക്യാപിറ്റലൈസ്ഡ് ഒക്കെ ആവുമല്ലേ. അപ്പം ദിസ് ഈസ് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു വോണ്ട് ടു ബിക്കം എ സെലിബ്രിറ്റി. ഇതൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഇപ്പം സെലിബ്രിറ്റി ആവുക എന്ന് പറയുന്നത്, അതോ ഇക്കാലം സെലിബ്രിറ്റി ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കം എ ലോട്ട് മോർ ഈസിയർ. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ ചോയ്സാണ് ഇതിലേക്ക് വരണോ വേണ്ടതെന്നുള്ളത്. അതിന് നിങ്ങളെ നിർബന്ധിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതാ പിന്നെ ഞാൻ അവിടെയും പറഞ്ഞ, അതായത് ഷാരൂഖ് ഖാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഹാർഡ് വർക്കിംഗ്, ലൈക്ക് എന്നെ ശല്യപ്പെടുത്തു. ഇത്ര നാൾ ഒരു ടൈം ഉണ്ടായിരുന്നു ആരും മൈൻഡ് ചെയ്യാതിരുന്ന സമയത്ത് ഐ ഹാർഡ് വർക്ക് ടു റീച്ച് ദിസ് പൊസിഷൻ. അതായത് എനിക്കിനി പ്രൈവസി ഒന്നും വേണ്ട, എനിക്കിതാണ് വേണ്ടത്. ബിക്കോസ് യു ഗെറ്റിംഗ് ഈസി മണി, യു ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഫെയിം. അതായത് ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മൾ റെക്കഗ്നൈസ്ഡ് ആണ്, നമുക്ക് ഫെയിമുള്ള ആൾക്കാരാണെങ്കിൽ കുറേ പ്രിവിലേജസ് കിട്ടും. എന്തിനാ വെറുതെ നമ്മളൊരു ഹോട്ടലിൽ പോവാം, അവിടെ നമുക്ക് കിട്ടുന്ന നമ്മളൊരു സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ഹോസ്പിറ്റാലിറ്റി ചെറുതല്ല. അപ്പം അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ട്. നമുക്ക് വെറുതെ കുറേ പേര് കുറച്ച് ഗുണങ്ങൾ ഇങ്ങനെ കൊണ്ട് തരത്തില്ല. ഇതിന് കുറേ കൊളാട്രൽ ഡാമേജ് ഉണ്ട് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ഫേമസ് ഒന്നും അല്ല, വെറുതെ ഇരിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ ഫെയിമില്ല. അതാണ് നിങ്ങളുടെ ഡാമേജ്. അപ്പം നിങ്ങൾ കുറച്ച് അധികം കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടി വരും. അപ്പം അതായത് നമ്മളിതെല്ലാം വേണം, പക്ഷെ നമുക്ക് പ്രൈവസിയും വേണമെന്ന് പറയുന്നതിൽ ഇപ്പം ഞാനും നമുക്ക് ഇഷ്ടംപോലെ മാനസികമായ ബുദ്ധിമുട്ടുകൾ. ഇപ്പം ഇത്തരം കമൻസ് വരുമ്പോഴും നമ്മളിപ്പോൾ വെറുതെ പുറത്തിറങ്ങുമ്പോൾ ചിലർ ഈ ഓൺലൈൻ മീഡിയക്കാരെ കാണുകയാണെങ്കിൽ അവരെപ്പോഴേ ക്യാമറ എടുക്കും. ഇതൊക്കെ നമുക്ക് ദേഷ്യമാണ്. ഞാൻ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ പിന്നെ മറ്റേ പുച്ഛം കാണിക്കും, ഇവരോട് ദേഷ്യപ്പെടും, നിങ്ങൾക്ക് എന്തിനാ സൂക്കടാന്ന് ചോദിക്കും. ഇതൊക്കെ ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. ഇഫ് യു ആർ സെലിബ്രിറ്റി, ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. ഓക്കെ, ബാക്ക് ടു സിനിമ. നമ്മൾ പോർട്രേറ്റ് ചെയ്യപ്പെടുന്ന ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ സാങ്കല്പിക അമ്മ കഥാപാത്രങ്ങളുണ്ടല്ലോ, അതിലൊരു ബ്രേക്ക് സംഭവിക്കുന്നുണ്ട്. അതായത് അതിരാവിലെ എഴുന്നേറ്റ് മകനെ എഴുന്നേക്കൂ, ചായ കുടിക്കൂ എന്നൊക്കെ വളരെ സങ്കടത്തോടെ പരാധീനതയിൽ പറയുന്ന അമ്മമാരെ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൽ അമ്മമാർ അങ്ങനെയൊന്നും അല്ല. വേണമെങ്കിൽ 10 മണിയായിട്ട് എഴുന്നേറ്റിട്ട് കണ്ടില്ലെങ്കിൽ ചുവലെടുത്ത് എറിയുന്ന അമ്മമാരൊക്കെയുള്ള ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വരുന്ന സിനിമകളിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ സ്കിറ്റുകളിലാണെങ്കിലും ഒക്കെ അമ്മ പോർട്രേയിൽ നല്ല വ്യത്യാസം വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എൻ്റെ ഉമ്മ അഭിനയിച്ച് കുമ്പളങ്ങി നൈറ്റ്സിലാണെങ്കിൽ തന്നെ ഒട്ടും എന്താ പറയുക, മക്കൾ പറയുന്നതൊക്കെ അനുസരിക്കുന്ന പാവമായ ഒരു അമ്മയൊന്നും അല്ലല്ലോ. എൻ്റെ ഉമ്മ തന്നെ എന്താ പറയുക, ഒരു പോയിന്റ് വരെ പുള്ളിക്കാരി ഭയങ്കര നമ്മൾ പറയുന്ന എന്തും കേൾക്കുന്നത്, നമ്മൾ അവരെ ഹേർട്ട് ചെയ്യുമല്ലോ. അപ്പം അതൊക്കെ സഹിച്ചു പിടിച്ച് ഉമ്മ ഇപ്പോൾ ഷീ ഡസൻ ഗിവ് എനി ഷിറ്റ്. നമ്മളങ്ങോട്ടൊക്കെയാണ് അങ്ങനെ തന്നെ തിരിച്ച് ആ മൂഡാണ് പുള്ളിക്കാരി. എനിക്കൊന്നും അത് ലേറ്റ്ലി അത് സിനിമകളിൽ കുറേ, പിന്നെ ഞാൻ കുറേയൊക്കെ കണ്ടുള്ളത് അമ്മമാർക്ക് പെണ്ണുങ്ങളോട് ഒരു രീതി. ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ തന്നെ മറ്റേ പെൺകുട്ടിയോട് ഒരു രീതി, ആൺകുട്ടിയോട് മറ്റേ അയ്യോ മോനെ എന്നുള്ള രീതി. 2 കഷ്ണം മീൻ അധികം കൊടുക്കും. പക്ഷെ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഹോമിലൊക്കെ ആണേലും ഭയങ്കര മഞ്ജുപിള്ള ചെയ്തൊരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു ക്യാരക്ടറല്ലേ അത്. പക്ഷെ എനിക്ക് അതായത് എന്താ പറയുക, സിനിമയിൽ അത്തരം ഇപ്പം പണ്ടൊക്കെ നമ്മൾ ഈ മാതൃത്വം എന്ന് പറയുന്നത് ചിലപ്പോൾ ഭയങ്കര ഹൈപ്ഡ് ഇങ്ങനെ, അതായത് ഇപ്പോൾ ഉള്ള അമ്മമാർക്ക് ഒരു വലിയൊരു സ്ട്രെസ്സാണ് ഈ സിനിമയിലെ മാതൃത്വം കൊടുക്കുന്നത്.
ബിക്കോസ് അവർക്ക് അവരുടെ ഫീലിങ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ മക്കളെ സഹിച്ചോണ്ടിരിക്കുന്നതല്ലല്ലോ അവരുടെ ജോലി. ഇത് എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും പേഴ്സണാണ്. എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. അപ്പം ഞാൻ എൻ്റെ കുടുംബത്തിൽ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. നമ്മളിങ്ങനെ ഭയങ്കര 3 ഇൻഡിവിജ്വൽസാണ്. നമ്മളെ കുറെ സഹിക്കുന്നൊക്കെ ഉണ്ട് ഉമ്മ, പക്ഷെ ഷീ ഹാസ് ഹർ സ്പേസ്. ലൈക്ക് ഐ ഹാവ് മൈ സ്പേസ്. എൻ്റെ സിസ്റ്ററിനും ആളുടെ സ്പേസ് ഉണ്ട്. പക്ഷെ കുറേ പേർക്ക് എന്താ പറയുക, ഇത് ഈ ഒരു സ്ട്രെസ് ഉണ്ടെന്ന് തോന്നുന്നു സിനിമയിൽ. നല്ല അമ്മമാരെ കണ്ടിട്ട് അങ്ങനെ തന്നെ ചില അമ്മമാരെ പറ്റി ഇങ്ങനെ ആൾക്കാർ കവിതയൊക്കെ എഴുതുന്നതാണ്. ഓ ഗോഡ്, എന്തുവായത്. ഞാനിങ്ങനെ പ്രൊഫൈല് അല്ലെങ്കിൽ 1-2 ഇൻ്റർവ്യൂസൊക്കെ ഫോളോ ചെയ്തപ്പോൾ ഇങ്ങനെ കണ്ടു, ചെറുപ്പം മുതൽ ഇങ്ങനെ സിനിമാക്കാരെയൊക്കെ കണ്ടും സിനിമയിലേക്ക് വരണം എന്നുള്ള ചെറിയ രീതിയിലൊരു ആഗ്രഹമൊക്കെ ഉള്ള ഒരാളായിരുന്നു അനാർക്കലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മാനിഫെസ്റ്റിംഗ് ആയിരുന്നു സിനിമ എന്ന് പറയുന്നത്. മാനിഫെസ്റ്റോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ ലൈക്ക് സിനിമാ ലോകം എനിക്ക് ഭയങ്കര സുപരിചിതമായിരുന്നു. അപ്പം കാര്യം ഇഷ്ടം പോലെ നടീനടന്മാരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുക, അങ്ങനെ ഭയങ്കര ഞാൻ അവരെയൊക്കെ ഇങ്ങനെ സ്ഥിരം കാണുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നു ആ രീതിയിൽ. അപ്പം പിന്നെ വാപ്പായ്ക്കും ഇഷ്ടംപോലെ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു സിനിമയിലൊക്കെ. എന്നുവെച്ചാൽ ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. പിന്നെ എൻ്റെ സിസ്റ്ററും ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ സിനിമ ഐ ഹാഡ് സം ക്ലൂ, ലൈക്ക് ഐ ഹാഡ് എൻ ഇൻറ്റ്യൂഷൻ ചെറുപ്പം മുതലേ ദാറ്റ് സിനിമയിൽ കയറാം, ഭാവിയിൽ സിനിമയിൽ കയറുന്നത് ഒരു എളുപ്പമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു ഞാൻ അതിനുവേണ്ടി ഭയങ്കര ട്രൈ ഒന്നും ചെയ്തിട്ട് ഞാനിങ്ങനെ സെൻഡ് അപ്പ് ദർ ഐ നോ ആ ഒരു മൂഡായിരുന്നു. അതുകൊണ്ട് ഇത് എങ്ങനെ ആയിരിക്കും എന്നൊന്നും എന്താ ഞാൻ അതിനു വേണ്ടി കുറേ ഹാർഡ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ സംവെയർ അലോങ് ദ വേ ഞാൻ അതിനെപ്പറ്റിയൊക്കെ മാറുന്നു. സിനിമ തന്നെയായിരുന്നു എനിക്ക് സിനിമറ്റോഗ്രഫി. വാപ്പ ഫോട്ടോഗ്രാഫറാണല്ലോ, അപ്പം എനിക്ക് ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. ക്യാമറ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ മാസ് കമ്മ്യൂണിറ്റി വീഡിയോ പ്രൊഡക്ഷനാണ് പഠിച്ചതും, മാസ് കമ്മ്യൂണിക്കേഷൻ വീഡിയോ പ്രൊഡക്ഷൻ. സോ എനിക്ക് ആദ്യം ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ഐ വോണ്ട് ടു ബി എ സിനിമറ്റോഗ്രാഫർ എന്നായിരുന്നു ക്ലാസ്സിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതൊക്കെ. ഞാൻ എന്നെ തന്നെ എങ്ങനെ പറയാം. അപ്പോൾ ലൈക്ക് എപ്പോഴും ഇപ്പം എൻ്റെ വാപ്പാണിലും ഉമ്മാണിലും ഞാൻ സിനിമറ്റോഗ്രഫി ചെയ്യുന്നായിരുന്നേനെ അവർ ആഗ്രഹിച്ചത്. ഞാൻ അങ്ങനെയായിരുന്നു, ഫുൾ ടൈം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അയാളുടെ ചെറിയൊരു ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലായിരുന്നു എൻ്റെ ഫുൾ പരിപാടി. പക്ഷേ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ആനന്ദം ചെയ്തു. അത് ചെയ്തപ്പോഴും ഞാനിങ്ങനെ സിനിമയിലൊന്നും ആയിരിക്കില്ല, ഇത് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോന്നു. പിന്നെ എനിക്ക് അടുത്ത സിനിമ എടുത്തു. പിന്നെ ആ ഒരു ഫ്ലോയിലേക്ക് പോയി. പിന്നെ യു ആർ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഫെയിം ആൻഡ് മണി ആൻഡ് ഓൾ. ദെൻ പിന്നെ വിചാരിച്ചു പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് സിനിമറ്റോഗ്രഫി പഠിക്കുന്നു. അപ്പോൾ ഞാൻ ഐ എം എ വെരി ലേസി പേഴ്സൺ. അപ്പോൾ ഇനിയിപ്പോൾ സിനിമറ്റോഗ്രഫി പഠിക്കണം, അത് ഇനിയിപ്പോൾ PG എടുക്കണം. ഇത് വീഡിയോ പ്രൊഡക്ഷൻ മാത്രമാണല്ലോ, സിനിമറ്റോഗ്രഫിയിൽ വേറെ PG എടുക്കണം. പിന്നെ ഞാൻ അസിസ്റ്റ് ചെയ്യണം, പിന്നെ ഇവരുടെ കുറേ പേരോട് ചോദിക്കണം, പുറകെ നടക്കണം. കഷ്ടപ്പാടാണ്. അപ്പം ദെൻ ഈ ഇങ്ങനെ ഒരു ലോകം എൻ്റെ മുന്നിൽ ഇങ്ങനെ തുറന്ന് ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസും കൂടെ വന്നപ്പോൾ ഐ വാസ് ലൈക്ക് ഇത് തന്നെയാണല്ലോ നല്ലത്. വേറെ ആരും പിന്നെ മറ്റേ ആ വഴി ചൂസ് ചെയ്യില്ലല്ലോ, ബുദ്ധിയുള്ളവരായിരുന്നു. ഓക്കെ അല്ലേ, പിന്നെ ഈ ഒരു ഫ്ലോയിൽ അങ്ങ് പോവാം എന്നുള്ള രീതിയില്ല. ഈ ചെറുപ്പം മുതൽ വീഡിയോ ഒക്കെ എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അനാർക്കലിനെ കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ബണ്ടിൽ ഓഫ് ടാലൻസിൻ്റെ ഒരു നിറകുടമാണെന്ന്. മൾട്ടി ടാലന്റഡ് പേഴ്സൺ ആണ്, തബല പഠിച്ചിട്ടുണ്ട്, ഞാൻ ആരോടും പറയാറില്ല, ചിത്രകാരിയാണ്, നല്ല നർത്തകിയാണ്, അഭിനേത്രിയാണ്, നല്ല പാട്ടുകാരിയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രസമാണ് അനാർക്കലിയുടെ വീഡിയോസ്, സിസ്റ്ററായിട്ടുള്ള പാടുന്നതൊക്കെ കാണാനൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് കാണും ബ്ലൂപ്പേഴ്സ്. നിങ്ങൾ അതാണ് രസം, നിങ്ങൾ ബ്ലൂപ്പേഴ്സോട് കൂടിയാണത് ഷെയർ ചെയ്യുന്നത്. അപ്പം എങ്ങനെ പാട്ടിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ്, ഭയങ്കര സന്തോഷം കിട്ടുന്നൊരു ജീവിതത്തിലൊരു വലിയ ഘടകമാണോ പാട്ടെന്ന് പറയുന്നത്? പാട്ട് ശരിക്കും ഇങ്ങനെ വേറെ എല്ലാം ഇങ്ങനെ മറന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പാട്ട് പാടുക എന്ന് പറയുന്നത്. അപ്പോൾ
എസ്പെഷ്യലി എൻ്റെ ചേച്ചിയായിട്ട് ഞാൻ കുറച്ച് ബോണ്ട് ചെയ്യുന്നത് പാട്ടിൻ്റെ കാര്യത്തിൽ. നമ്മളിങ്ങനെ പാട്ട് അത് നമ്മുടെ ഇടയിൽ ഇങ്ങനെ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ട് വെൻ ഇറ്റ് കംസ് ടു സിംഗിങ്. അപ്പോൾ പിന്നെ നമുക്ക് ഏകദേശം ഒരേ ശബ്ദമാണ്. അപ്പോൾ ഇങ്ങനെ പാട്ട് പാടാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ചൈൽഡ്ഹുഡിലെ മെമ്മറീസൊക്കെ നമ്മൾ കുറേയൊക്കെ കണക്ട് ചെയ്യുന്നത്, അതായത് ജീവിതത്തിലെ ഓരോ ഫേസും ഓരോ പാട്ടായിരിക്കും. അപ്പം ആ പാട്ട് ഇറങ്ങിയ സമയത്ത് നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു, അപ്പം അങ്ങനെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര എനിക്ക് പാട്ട് പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതൊരു പോയിന്റിൽ ഇങ്ങനെ വിചാരിച്ച സിംഗർ ആവണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സിംഗർ ആവാന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ടൈം സിംഗർ ആവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, വേറെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ സിംഗിങ് പെർസ്യൂ ചെയ്യണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ സിനിമയിലേക്ക് കയറിയപ്പോൾ ഇറ്റ് ബിക്കേം ഈസിയർ ആക്ച്വലി. എന്താ ചിലപ്പം എന്താ പറയുക, വെറുതെ ഇരുന്നിരുന്നെങ്കിൽ ഇത്ര എളുപ്പം ഒരു സിംഗറാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഒരു സിനിമയിൽ കയറി സോഷ്യൽ മീഡിയ കുറേ ഹെൽപ്പ് ചെയ്തു. സിംഗർ ആവാനുള്ളൊരു അങ്ങനെ ഒരു ലോകം എനിക്ക് ഭയങ്കര ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റി. ഒരു ഫേവറേറ്റ് ട്രാക്ക് പാടാൻ പറഞ്ഞ ഏതായിരിക്കും? ബേസിക്കലി ഈ പാട്ട് ഞാൻ പാടാൻ കാരണം ഞങ്ങൾക്ക് മ്യൂസിക്കായിട്ട് ഒരു ബന്ധം ഭയങ്കര പണ്ടുപോലെ പാട്ടൊക്കെ പാടുമെങ്കിലും വാപ്പ പാട്ട് പാടുന്ന ആളാണ്. വാപ്പയുടെ കോളേജ് ഡേയ്സിലേക്ക് വാപ്പ ഇഷ്ടംപോലെ പാട്ടൊക്കെ പാടുന്നു. അപ്പം പാട്ട് പാടുന്ന ആൾക്കാരാണ്. നമ്മുടെ ചൈൽഡ്ഹുഡിൻ്റെ സമയത്ത് നമ്മൾ രവീന്ദ്ര മാഷിൻ്റെ കൂടെ വി വർ നെയ്ബേഴ്സ് ഒരു ഫ്ലാറ്റിൽ. സോ ഭയങ്കര അടുത്ത ബന്ധമായിരുന്നു. ഭയങ്കര അടുത്തെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഭയങ്കര മെമ്മറീസിലുള്ള ഒരാളാണ് പുള്ളിയുടെ മരണമൊക്കെ നമ്മുടെ ലൈഫ് എല്ലാവരെയും ബാധിച്ചൊരു കാര്യമായിരുന്നു. അങ്ങനെ നമ്മൾ പറയും രവീന്ദ്ര മാഷ് ജീവിച്ചത് നമ്മൾ കുറച്ചുകൂടെ നല്ല പാട്ടുകാരായതിനെന്നൊക്കെ ഇപ്പോഴും വാപ്പ പറയും. വാപ്പ ഭയങ്കര ആഗ്രഹം നമ്മൾ പാട്ട് പഠിക്കണം എന്നൊക്കെ ഉള്ളത്. എന്നുവെച്ചാൽ പാട്ടുകാരാവണം എന്നുള്ളത് പുള്ളിയുടെ വലിയ ആഗ്രഹം. പുള്ളിക്ക് പാട്ട് പഠിക്കാൻ പറ്റിയില്ല, പുള്ളിയുടെ വീട്ടുകാർ ഇതൊരു പാട്ട് പഠിക്കാൻ വിട്ടില്ല. അപ്പോൾ അതിൻ്റെ സങ്കടത്തില്ല, അതാണല്ലോ പിന്നെ നമ്മൾ മക്കളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം വാപ്പായി വലിയ ആഗ്രഹമായിരുന്നു നമ്മൾ പാട്ട് പഠിക്കണം എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരാൾ നമ്മുടെ ഇത്രയും ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരാൾ, അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൽ അവർ പിന്നെ ചെന്നൈയിലേക്ക് ഷിഫ്റ്റായി ആ സമയത്ത് തന്നെ പുള്ളി മരിച്ചു വന്നേക്കാം. അപ്പം ആ സമയത്ത് നമ്മുടെ പാവക്കുള്ള അമ്പലം ഉണ്ട് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത്, കലൂര്. അവിടെ ആളുടെ ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോയി പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പം അന്ന് പാടിയൊരു പാട്ട് ഇങ്ങനെ പാടും. ചീരപ്പൂവുകൾ കൊമ്മ കൊടുക്കണ നീലക്കുരുവികളെ, ചീരപ്പൂവുകൾ കൊമ്മ കൊടുക്കണ നീലക്കുരുവികളെ, തിന്നലറിയാതെ അണ്ണാര കണ്ണനറിയാതെ കരയണ കാണാ പൂവിൻ്റെ കണ്ണീരപ്പാമോ, ഊഞ്ഞാലാട്ടിയുറക്കാമോ, ചീരപ്പൂവുകൾ കൊമ്മ കൊടുക്കണ നീലക്കുരുവികളെ. ബ്യൂട്ടിഫുൾ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്ന, ഞാനുൾപ്പെടെയുള്ള ഈ തലമുറയിലെ ആളുകളും എൻ്റെ തൊട്ട് മുമ്പിലുള്ള ആളുകൾ ഓർത്തിരിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ കഴിഞ്ഞ ഒരാളാണ് അനാർക്കലി എന്ന് പറയുന്നത്. ഇനിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് ഫ്യൂച്ചറിൽ പറ്റട്ടെ. എല്ലാവിധ വിഷസും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.